ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. മാർച്ച് 29 ഹോശാന ഞായർ. ചിന്താവിഷയം സമാധാന രാജാവിന്റെ പ്രവേശനം. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിലെ സുപ്രധാന ചരിത്രമാണ് യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. 4 സുവിശേഷകരും വളരെ പ്രാധാന്യതയോടെ ഇത് ആലേഖനം ചെയ്യുന്നു. വിവരണങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ദൃശ്യമാണ്, എന്നാൽ ഒരേ ലക്ഷ്യത്തോടെ എഴുതുന്നു. ഇതിനെ ഹോശാന സംഭവം എന്ന് വിശേഷിപ്പിക്കാം. സുവിശേഷങ്ങളിൽ ആദ്യത്തെ അധ്യായങ്ങൾ യേശുവിന്റെ പ്രവർത്തനങ്ങളുടെ ചരിത്രവും പിന്നീടുള്ള അധ്യായങ്ങൾ ക്രൂശിലേക്കുള്ള യാത്രയുടെ വിവരണങ്ങളുമാണ്. കുരിശിന്റെ നിഴലിലാണ് ഈ ദിനങ്ങളെ അവതരിപ്പിക്കുന്നത്. സുവിശേഷ രചയിതാക്കൾ കാൽവറി സംഭവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. രക്ഷയുടെ വിളംബരം ക്രൂശിൽ കൂടെയാണ് ലോകം കാണുന്നത്. അതിനാൽ രക്ഷാകര ചരിത്രത്തിൽ ഹോശാന മുതലുള്ള സംഭവങ്ങൾ സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നവയാണ്. യഹൂദ സമൂഹം പെരുന്നാളുകൾക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ഗതകാല ചരിത്രത്തിന്റെ വൈകാരികമായ അനുഭവങ്ങൾ അവർ പെരുന്നാളുകളിൽ കൂടെ ആവിഷ്കരിക്കുവാൻ ശ്രമിച്ചു. അതിൽ പെസഹ പെരുന്നാൾ യഹൂദന്റെ ഹൃദയത്തിൽ എന്നും വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്നതായിരുന്നു. ലഭ്യമായ വിമോചനത്തിന്റെ ഓർമ്മയായതിനാൽ പെസഹ പെരുന്നാളിൽ യെരുശലേം നഗരം മനുഷ്യ സാഗരമായി മാറിയിരുന്നു. ഈ ചെറിയ ഭൂപ്രദേശത്ത് ജനലക്ഷങ്ങൾ വന്നിരുന്നു എന്ന് യഹൂദ ചരിത്രകാരനായ ജോസീഫസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരമുള്ള ഒരു ദിനത്തെ യേശു യെരുശലേമിലേക്കുള്ള ജൈത്രയാത്രയ്ക്കായി തെരഞ്ഞെടുത്തതിന് വളരെ പ്രാധാന്യമുണ്ട്. 3.5 വർഷത്തെ പ്രവർത്തനങ്ങളുടെ സമാപ്തിയിൽ ഒരു ജേതാവിനെ പോലെ പ്രവേശിക്കുമ്പോൾ താൻ മശിഹായാണെന്ന് വെളിപ്പെടുത്തുന്നു. ഇതിനായി പ്രവചനങ്ങളുടെ പശ്ചാത്തലം യേശു സ്വീകരിച്ചു. തന്റെ വാഹന മൃഗമായി കഴുതെ ഉപയോഗിക്കുന്നതിൽ കൂടെ പ്രവചനങ്ങളുടെ നിവൃത്തി മാത്രമല്ല, മശിഹായുടെ പ്രവർത്തനം എപ്രകാരമായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നു. അശ്വാരൂഢരായി രാജാക്കന്മാർ തങ്ങളുടെ അധികാരവും ധാർഷ്ട്യവും പ്രകടമാക്കുന്ന കാഴ്ച അന്ന് പരിചിതമായിരുന്നു. എന്നാൽ ധാരണകൾക്ക് വ്യത്യസ്തമായി കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന യേശു ജനസഞ്ചയത്തെ അമ്പരപ്പിച്ചു. മശിഹായുടെ ദൗത്യവും രക്ഷണ്യ പ്രവർത്തനവും ഇതിൽ കൂടെ വെളിപ്പെടുത്തി. ഈ സത്യം തിരിച്ചറിഞ്ഞ അവർ യേശുവിനെ പ്രതീക്ഷയുള്ള പ്രതീകമായി കണ്ടു. അതിനാലാണ് അവർ യേശുവിനെ ഹോശാന പാടുന്നത്. ഇപ്പോൾ രക്ഷിക്കുക, സേവ് നൗ എന്നർത്ഥമുള്ള ഈ അപേക്ഷ ജനസഹസ്രങ്ങൾ ഇടിമുഴക്കം പോലെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നും ഉരുവിട്ടു. അത് പ്രതീക്ഷയുടെ ശബ്ദമായിരുന്നു. റോമൻ ഭരണത്തിന്റെ അടിച്ചമർത്തലുകൾ, അധികാരത്തിന്റെ ഉരുക്കുമുഷ്ടികൾ, പാരതന്ത്ര്യത്തിന്റെ വേദനകൾ, ആത്മീയതയുടെ സ്പർശമില്ലാത്ത മതനിയമങ്ങൾ തുടങ്ങി അനേകം അമിക്കയറുകൾ അന്നത്തെ സമൂഹത്തെ വീർപ്പുമുട്ടിച്ചിരുന്നു. ഈ ജനതയുടെ മുമ്പിലാണ് യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്തത്. പെരുന്നാളിനേക്കാൾ പ്രാധാന്യം അവർ യേശുവിനെ നൽകി. അതിനാൽ ഹോശാന ഒരു ആർത്തനാദമായി അവർ ഉയർത്തി. ലോകം ദർശിച്ച വ്യത്യസ്തമായ ഒരു ജൈത്രയാത്ര. ജനങ്ങളെ നിയമപരമായി സംഘടിപ്പിച്ച് അവരുടെ മുമ്പിൽ പട്ടാളക്കാരുടെ അകമ്പടിയോടെ ഗമിക്കുന്ന രാജാക്കന്മാരെ കണ്ടവർക്ക് ഈ യാത്ര ആശ്ചര്യം ഉളവാക്കുന്നതായിരുന്നു. മധുവും മണവുമുള്ള പൂക്കളിലേക്ക് ഷഡ്പദങ്ങൾ ആരും ക്ഷണിക്കാതെ എത്തുന്നത് പോലെ ജനങ്ങൾ ഈ യാത്രയിൽ യേശുവിനോടൊപ്പം ചേരുന്നു. പ്രകൃതി പോലും അമ്പരെന്ന നിമിഷം. മഹാകവി പുത്തൻകാവ് മാത്തന്തരകൻ പ്രസിദ്ധമായ വിശ്വദീപത്തിൽ ഈ സംഭവത്തെ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: കഴുതപ്പുറത്ത് ഈശൻ കയറി, ജനാവലി കരയും കരഞ്ഞേറും കടൽ എന്ന പോലെയായി. മാർഗപാശത്തിൽ നിന്ന വൃക്ഷങ്ങൾ ജഗന്നാഥമൂർധാവിൽ നിരന്തരം വർഷിച്ചു സുമോൽക്കരം. വയലിൽ തൃണം തിന്നു നിന്ന ഗോവൃന്ദം ശിരസുയർത്തി പാഞ്ഞെടുത്തു ക്രിസ്തുവിന് സവിധത്തിൽ. മൃഗജാലങ്ങൾ പോലും വിനയാന്വിതരായി ഈ രാജകീയ എഴുന്നള്ളത്തിൽ പങ്കുകാരാകുന്നു. ഇതാണ് കവിവാക്യം. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. യേശുവിന്റെ ജനനവൃത്താന്തം അറിഞ്ഞ സമയത്തും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു എന്ന് മത്തായി എഴുതിയിരിക്കുന്നു. യേശുവിന്റെ ജനന വാർത്തയും ഇപ്പോൾ യെരുശലേമിലേക്കുള്ള പ്രവേശവും പട്ടണത്തിൽ ചലനമുണ്ടാക്കി. വിശാലമായ അർത്ഥം വിശുദ്ധ മത്തായി ഇതിന് നൽകുന്നു. യേശുവിന്റെ സാന്നിധ്യം ചലനാത്മകമാണ്. ലോക നേതാക്കന്മാർ സൃഷ്ടിച്ച വിപ്ലവ തരംഗങ്ങളിൽ നിന്നും
ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഡോക്ടർ ബാർക്ലേ പറയുന്നത്, ഇറ്റ് വാസ് എ ലാസ്റ്റ് ഇൻവിറ്റേഷൻ ടു മെൻ ടു ഓപ്പൺ നോട്ട് ദെയർ പാലസസ് ബട്ട് ദെയർ ഹാർട്ട്സ് ടു ഹിം. കൊട്ടാരങ്ങൾ തുറക്കുന്നതിനുള്ള ക്ഷണമല്ല, മനുഷ്യ ഹൃദയങ്ങൾ തുറക്കുന്നതിനുള്ള ആർദ്രമായ ആഹ്വാനമാണ്. യേശുവിനെ കണ്ട ജനം ഒരു പുതിയ ഉദയം കർത്താവിൽ ദർശിച്ചു. അതിനാൽ അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യം വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നു, ഇവൻ ആർ, ഹു ഈസ് ഹി? അന്നും ഇന്നും ഈ അന്വേഷണം പ്രസക്തമാണ്. ഈ ചോദ്യത്തിന്റെ കണ്ടെത്തൽ നമ്മെ ഒരു പുതിയ അനുഭവത്തിൽ എത്തിക്കും. ഹോശാനയുടെ ചിന്തകൾ ഒരു സ്മരണയുടെ പുതുക്കലല്ല, പുതിയ വഴിയിലൂടെ രക്ഷകനുമായുള്ള ഒരു യാത്രയാണ്. അവിടെ സകല മുൻവിധികളും അഹന്തകളുടെയും ഉടയാടകൾ നാം ഉപേക്ഷിക്കണം. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. ആഢ്യത്വത്തിന്റെയും ആഡംബരത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും പ്രതീകങ്ങളാണ് വസ്ത്രങ്ങൾ. എന്നാൽ അവയെല്ലാം രക്ഷകന് പാതയൊരുക്കുവാനായി അവർ നൽകുന്നു. ഇതിന് ഉദാത്തമായ സമർപ്പണത്തിന്റെ അടയാളമാണ്. ഹോശാന നമ്മോട് ആവശ്യപ്പെടുന്നതും ഈ സത്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേം വീഥിയിൽ വിമോചനത്തിനായി ഉയർത്തിയ വിലാപമായ ഹോശാന സംഭവത്തെ നാം കാണുമ്പോൾ അത് ധ്യാനത്തിന് വിഷയമാക്കുന്നത് ഉത്തമമായിരിക്കും. ഇന്നത്തെ വേദഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നൽകുന്നു. ഒന്നാം പാഠഭാഗം സെഖറിയ 9:1-12 വരെ. പ്രവാസാനന്തര കാലഘട്ടത്തിൽ പ്രവേശിച്ച ഇസ്രായേൽ സമൂഹത്തിന് പ്രത്യാശയുടെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് പ്രവാചകൻ നൽകുന്ന സന്ദേശമാണിത്. മശിഹയുടെ ആഗമനത്തെക്കുറിച്ചുള്ള വാക്കുകൾ അവർക്ക് ഉത്തേജനം പകർന്നു. സെഖറിയാവിന്റെ പ്രവചനങ്ങളുടെ നിവൃത്തിയായി യേശു തന്റെ ജൈത്ര യാത്ര നിർവഹിച്ചു. രണ്ടാം പാഠഭാഗം എഫേസ്യർ 2:11-22 വരെ. ദൂരസ്ഥരായിരുന്ന മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാക്കി എന്ന മഹത്താജിന്റെ അപ്പോസ്തലൻ വേദഭാഗത്തെ പങ്കിടുന്നു. അതിനാൽ നാം അന്യരും പരദേശികളുമല്ല, ദൈവത്തിന്റെ ഭവനക്കാരാണ്. ഈ വലിയ പദവി യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് നൽകിയിരിക്കുന്നു. ലേഖനഭാഗം കൊലോസ്യർ 3:12-17 വരെ. ക്രിസ്തീയ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട സുപ്രധാനമായ പ്രമാണങ്ങൾ ഇവിടെ വിവരിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടതിന്റെ ആവശ്യകത പ്രത്യേകം പറയുന്നു. അരക്ഷിതമായ ലോകത്തിന് ഈ ചിന്തകൾ പ്രത്യാശ പകരുന്നതാണ്. യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദർശനങ്ങൾ പ്രായോഗികമാക്കണം. അതിനായി വിശ്വാസ സമൂഹം വിളിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് 11:1-11 വരെ. യെരുശലേമിലേക്കുള്ള യേശുവിന്റെ ജൈത്ര യാത്ര ഹോശാന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സംഭവം കേവലം ഒരു യാത്ര എന്നതിനേക്കാൾ ആഴമായ ആത്മീയ അർത്ഥം ഉൾക്കൊള്ളുന്ന സംഭവമാണ്. വരും നാളുകൾക്ക് പ്രത്യാശ പകരുന്ന ചരിത്രമായി ഇതിനെ സുവിശേഷകർ ആലേഖനം ചെയ്യുന്നു. അവിടെ ഉയർന്ന ശബ്ദങ്ങളും അപേക്ഷകളും പ്രതീക്ഷകളുടെ കാഹളധ്വനിയായിരുന്നു. ഒരു പുതിയ പ്രഭാതം സ്വപ്നം കണ്ടുകൊണ്ട് ജനസമൂഹം യേശുവിനെ അനുഗമിച്ചു. ഇപ്രകാരം അർത്ഥസമ്പന്നമായ ഹോശാന നൽകുന്ന ചിന്തകൾ നമ്മുടെ വിചിന്തനങ്ങൾക്കും ധ്യാനത്തിനും വിഷയമാക്കുന്നത് ഉത്തമമായിരിക്കും. ഒന്നാമതായി, സമാധാനത്തിനായുള്ള ആഹ്വാനം. ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 19:42. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ അശ്വാരൂഢരായിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ സമാധാന യാത്രയ്ക്ക് യേശു കഴുതയെ ഉപയോഗിക്കുന്നു. തന്റെ സമാധാന ദൗത്യം വെളിപ്പെടുത്തുന്നതിനാണ് കഴുതയെ വാഹനമൃഗമാക്കിയത്. കർത്താവിനെ ഒരു രാഷ്ട്രീയ വിപ്ലവകാരിയായി ചിത്രീകരിക്കുന്നവർക്ക് ഈ സത്യം മനസ്സിലാകില്ല. ലോകത്തെ ഉദാത്തമായ സമാധാനത്തിലേക്ക് നയിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നല്ല, സമാധാനത്തിലുള്ള മാർഗം നീ അറിയണമെന്നാണ് കർത്താവ് പറയുന്നത്. ആ സമൂഹത്തിന് അവരുടെ സമാധാനത്തിലുള്ള മാർഗം അറിയുവാൻ താല്പര്യമില്ലായിരുന്നു. അവരുടെ ഇഷ്ടപാതകളിൽ കൂടെ അവർ ചരിച്ചു. കർത്താവ് ഇതിൽ ദുഃഖിച്ച് കരയുന്നു. യേശു നൽകിയ മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചതിനാൽ യെരുശലേം നഗരത്തിന് AD 70 സംഭവിച്ച നാശത്തെക്കുറിച്ച് യഹൂദ ചരിത്രകാരനായ ജോസിഫസ് ദ ഹിസ്റ്ററി ഓഫ് ദ ജൂയിഷ് വാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ സ്ഥലം കത്തിയെരിയുമ്പോൾ പ്രായത്തോട് അനുകമ്പയോ പദവിയോട് ബഹുമാനമോ കാണിച്ചില്ല. കുട്ടികളും പ്രായമുള്ളവരും പുരോഹിതരും ഒരുപോലെ കൊല ചെയ്യപ്പെട്ടു. ദേവാലയം ഇടിച്ചു നിരത്തി, മതിലുകൾ പൂർണ്ണമായി നശിപ്പിച്ചു. ഈ നാശത്തെ യേശു മുന്നിൽ കണ്ടു. യുദ്ധവും യുദ്ധശ്രുതികളും ലോകത്തെ ഇന്നും അസ്വസ്ഥമാക്കുന്നു.
സമാധാനം വിദൂരമാകുന്നു. തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ദൈവം സർവശക്തനാണ്. ഈ വിശ്വാസം നമുക്ക് ആശ്വാസവും പ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നു. മനുഷ്യ സമാധാനത്തിന്റെ മാർഗം കർത്താവിന്റെ അരികിൽ വരിക എന്നത് മാത്രമാണ്. ജീവിതത്തിൽ മുഖ്യസ്ഥാനം ദൈവത്തിന് നൽകാതെ ഇത് സാധ്യമല്ല. ഒരു കരത്തിൽ സമാധാനത്തിന്റെ പ്രാവും മറുകരത്തിൽ ആറ്റം ബോംബുമായി നിൽക്കുന്ന നേതാക്കന്മാരെയാണ് നാം കാണുന്നത്. തത്വചിന്തകനായ ആൽബർട്ട് കാമുവിന്റെ ദ മിത്ത് ഓഫ് സിസിഫസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ഗൗരവമുള്ള ഒരൊറ്റ ദാർശനിക പ്രശ്നമേ ഉള്ളൂ, അത് ആത്മഹത്യയാണ്. അസ്വസ്ഥതയുടെ വാക്കുകൾ ഇവിടെയാണ് യേശു പറയുന്നത്. സമാധാനത്തിനുള്ളത് നീ അറിയുക. 2, ശുദ്ധീകരണത്തിനുള്ള ആഹ്വാനം. കർത്താവിന്റെ യാത്ര ദേവാലയത്തിൽ എത്തിച്ചേരുന്നു. അവിടെ ദേവാലയത്തിന്റെ അവസ്ഥയിൽ ദുഃഖിതനായി അതിനെ ശുദ്ധീകരിക്കുന്നു. ദേവാലയത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷകൾ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നു. ദേവാലയത്തിന്റെ ദുസ്ഥിതി ചൂണ്ടിക്കാട്ടുകയും അതിനോട് ശക്തമായി പ്രതികരിച്ച പുതിയ ചിന്താധാരയ്ക്ക് രൂപം നൽകി. കർത്താവുമായുള്ള വ്യക്തിബന്ധമാണ് നമ്മുടെ അശുദ്ധികളെ കാണുവാൻ സഹായിക്കുന്നത്. അശുദ്ധികളും അധാർമികതകളും ഒരിക്കലും കർത്താവ് അംഗീകരിക്കില്ല. എന്തൊക്കെ കോലാഹലങ്ങളാണ് സഭയിലും സമൂഹത്തിലും കേൾക്കുന്നത്. അധികാരാസക്തികളും വികലമായ ആത്മീയ ചിന്തകളും സഭാഗാത്രത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു. ഇതിൽ യേശു ദുഃഖിക്കുന്നു എന്ന സത്യം വിസ്മരിക്കരുത്. അതുപോലെ ജീവനുള്ള ദേവാലയമായ നമ്മുടെ ശരീരങ്ങളുടെ അശുദ്ധിയും ശ്രദ്ധിക്കേണ്ടതാണ്. കവി മാത്യു ഉലകന്തറ ക്രിസ്തുഗാഥയിൽ അദ്ദേഹം കുറിക്കുന്ന കവിവാക്യപ്രകാരമാണ്: ദേവാലയമല്ലോ മർത്യ ശരീരവും പാവനം നമ്മുടെ ഗേഹങ്ങളും, കൊള്ളരുതായ്മകൾ മൂലം അവയ്ക്കു നാം തെല്ലും അശുദ്ധി വരുത്തിയിടല്ല. ഈശ്വരാരാധനയ്ക്കുള്ളൊരിടങ്ങളും വൈശവം കൂടാതെ കാത്തിടണം. വല്ലാതെ അനാചാരം ഓരോന്നു കാട്ടിയാൽ തെല്ലും ഈശൻ പൊറുക്കുകയില്ല. ഈ അവസ്ഥകളെ പരിഹരിച്ച് അനുഗ്രഹമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സംശുദ്ധമായ ജീവിതമാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള ആഹ്വാനമാണ് ഇവിടെ കാണുന്നത്. ഹോശാന സംഭവത്തിൽ ഇത് വ്യക്തമാണ്. 3, സൗഖ്യത്തിനായുള്ള അപേക്ഷ. കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. വിശുദ്ധ മത്തായി 21:14. കർത്താവിന്റെ യാത്ര ദേവാലയത്തിൽ എത്തിയപ്പോൾ അവിടെ നടന്ന സംഭവമാണ് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നത്. രോഗികളെയും ബലഹീനരെയും യേശു സൗഖ്യമാക്കുന്നു. രാജാക്കന്മാരുടെ ഇത്തരം യാത്രകൾ പലപ്പോഴും അനേകം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതിനാൽ അനേകർ കുരുടരും മുടന്തരും അംഗഹീനരുമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഭീകരമായ യാത്രകളായിരുന്നു അവർ നടത്തിയിരുന്നത്. ദാവീദ് ദേവാലയത്തിൽ നിന്ന് വികലാംഗരെ പുറത്താക്കിയ ചരിത്രം കാണുന്നു. യേശു ദൃശ്യമാക്കിയ സംഭവങ്ങൾ എത്ര വ്യത്യസ്തമായിരുന്നു. അവൻ രോഗികൾക്ക് സൗഖ്യവും ആലംബഹീനർക്ക് അത്താണിയുമായി. എല്ലാവരെ അരികിൽ ചേർത്തു. സൗഖ്യം നൽകിയെന്നത് മനുഷ്യന്റെ ആകമാനമായ അവസ്ഥയ്ക്ക് വരുന്ന രൂപാന്തരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. സൗഖ്യം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ലോകം കടന്നുപോകുന്നത്. സൗഖ്യം നൽകുവാൻ യേശുവിന് കഴിയും. ഹോശാന ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.